ഹലോ ഹായ് നമസ്കാരം. ഞാൻ ഉവൈസ് നീലഗിരി. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നിങ്ങളെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഞാൻ ചെയ്തു പോയൊരു അബദ്ധം എന്ന് തന്നെ പറയണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയൊരു ചെറിയ പണി. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മളെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കോഴി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന രക്താതിസാരം, അതേപോലെ തന്നെ കോക്സിഡിയോസ് എന്നൊക്കെ പറയുന്ന അസുഖത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് ഉണ്ടാവാനുള്ള എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയൊരു ഫാൾട്ട് എന്താണെന്ന് വെച്ചാൽ, കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ പാട് ഞാൻ ഈ ലിറ്റർ മെറ്റീരിയൽ ചെറിയൊരു നനവുണ്ടായിരുന്നു. അപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടുതലായതുകൊണ്ട് എന്താക്കി, വിഷയം വരില്ല എന്നുള്ള ഒരു ധാരണയിൽ സംഭവം നമ്മൾ ആ ലിറ്റർ തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതെന്തായി, ദിവസങ്ങൾ കടന്നുപോയി. 4-5 ദിവസം ചെന്നപ്പോത്തിന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ കാണാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്താ പറയുക, കോൺഫിഡൻസ് ലെവലൊക്കെ ഉണ്ട് താന്നു. അപ്പോൾ ഏതായാലും നിങ്ങൾ കാണുന്നുണ്ടാവും, ഫോട്ടോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ അതായിരുന്നു കോഴിക്കുഞ്ഞുങ്ങളുടെ ഡ്രോപ്പിങ്സ്. അപ്പോൾ ഏതായാലും പിന്നെ നമ്മളേതായാലും മരുന്നുകൾ എന്തെല്ലാം ചെയ്യാന്നുള്ളതായിരുന്നു പിന്നീട് ഉണ്ടായിരുന്ന ചിന്താഗതി. അങ്ങനെ നാടൻ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, തൈരും അതുപോലെ തന്നെ നമ്മുടെ ഉലുവ വറുത്ത് പൊടിച്ചിട്ട് കഴിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാണ്. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വിഷയമാണ് നമ്മുടെ മണിത്തക്കാളി എന്ന് പറയും. നമ്മളെ നാട്ടിലൊക്കെ മണിത്തക്കാളി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ പഴമക്കാരെപ്പോഴും പറയാറുണ്ട്, കാക്കയുടെ കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ചെടിയുടെ കായ് പഴുത്തത് കാക്ക കുഞ്ഞിനെ കഴിപ്പിക്കാറാണ് എന്നുള്ളത്. അപ്പോൾ അത് ആയുസ്സൊക്കെ നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് പഴമക്കാരുടെ കഥകളിൽ നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അത് നല്ലൊരു മാർഗ്ഗമാണ്. അതിൻ്റെ ഇല വാഴയിലയിൽ പൊതിഞ്ഞിട്ട് വാട്ടിയെടുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ട് ചാറ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള കോഴികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെയൊക്കെ നമുക്കിതിനെ തടഞ്ഞു നിർത്താൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈർപ്പമുള്ള ഏതൊരു പ്രദേശത്തും ഒരുപാട് കാലം ഇതിന് ഈ പറയപ്പെടുന്ന പ്രോട്ടോസോവക്ക് ജീവിക്കാനുള്ള കഴിവുണ്ട്. അതുമാത്രമല്ല, കോഴികളുടെ കുടലിനെയാണ് ഇത് ബാധിക്കുന്നത്. അത് ഏകദേശം എന്താ പറയുക, ഒരു 6ഓളം വ്യത്യസ്ത ഇനം പ്രോട്ടോസോവകളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ബ്ലഡ് തന്നെ കാഷ്ടിച്ചു കൊള്ളണമെന്ന് ഒരിക്കലും നിർബന്ധമല്ല. അപ്പോൾ ബ്ലഡ് കാഷ്ടിക്കുന്നത് ഇതിൻ്റെ ഒരു മെയിൻ ഐഡൻറ്റിറ്റി ആയിട്ടൊക്കെ പറയാൻ പറ്റുമെങ്കിലും ചില ബാക്ടീരിയൽ ഇൻഫെക്ഷനും എന്തുണ്ടാവാറുണ്ട്, ബ്ലഡ് കാഷ്ടിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ എല്ലാം രക്താതിസാരത്തിലേക്ക് അല്ലെങ്കിൽ കോക്സിഡിയോയിലേക്ക് നമ്മൾ വിലയിരുത്തുകയും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോപ്പിങ്സും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ ഏകദേശം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് അങ്ങനെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, അടുത്തുള്ള വെറ്റിനറി ലാബുകളിൽ ചെന്നിട്ട് കാഷ്ടവുമായിട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇന്നതാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു തരും. അപ്പോൾ ഏതായാലും പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ സാധാരണയുള്ള ഡിസിൻഫെക്ഷൻ ഉപയോഗിച്ചാലൊന്നും ഈ പറയപ്പെടുന്ന അസുഖം മാറണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു വെറ്റിനറി ഡോക്ടറുമായിട്ടൊക്കെ സംസാരിച്ച് അദ്ദേഹം എനിക്കൊരു മരുന്ന് പ്രിഫർ ചെയ്ത് തന്നു. അങ്ങനെ ആ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷം നല്ല രീതിയിൽ എന്തായി, കോഴി കൂടാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മളെ ഫാമിൽ മൊത്തത്തിൽ കോഴികൾ നിൽക്കുന്ന എല്ലാ ഏരിയയിലും മരുന്നടിച്ചു. നല്ല രീതിയിൽ റിസൾട്ടും ഉണ്ട്. അപ്പോൾ ഏകദേശം എന്താ പറയുക, ആ ഒരു ഇത് പടർന്നു പിടിച്ച സമയത്ത് എല്ലാ കോഴികൾക്കും
വലിയ കോഴികളൊഴിച്ച് ചെറുപ്രായത്തിലുള്ള 3-4 മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് 1 മാസം പ്രായമായത്, അതുപോലെ തന്നെ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ ഒരു 2.5 മാസം പ്രായമുള്ള ബാച്ച്, അങ്ങനെ എല്ലാവർക്കും അടുപ്പിച്ച് എല്ലാവർക്കും ഇൻഫെക്ഷനിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഒന്നിച്ച് പിടിവിടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഫീൽഡ് തന്നെ വേണ്ടാന്നൊക്കെ തോന്നിപ്പോവും, മടുത്ത് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ വേറെയുള്ള നമ്മളെ നോർമലി കൊർസോളിൻ പോലുള്ള അങ്ങനത്തെ ഡിസിൻഫെക്ഷൻ കൊണ്ടൊന്നും നമുക്കിതിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പരിസരവും അതേപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ നിൽക്കുന്ന ലിറ്റർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിനെന്താക്കാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ ഇൻഫെക്ഷൻ മൂർച്ഛിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിലക്ക് നിർത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഏതായാലും മരുന്നിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ 10 ml എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ട് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്ന് മാറ്റി നിർത്തിയതിൻ്റെ ശേഷം അടിച്ച് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കോഴിക്കുഞ്ഞുങ്ങളെ ലിറ്ററും കാര്യങ്ങളും പിരിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വീണ്ടും ഇതാക്കിയത്. പിന്നെ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, ഇംഗ്ലീഷ് മെഡിസിനുകൾ എന്ന് പറയപ്പെടുന്നത് ഒന്ന് സൂപ്പർ കോക്സും അതേപോലെ തന്നെ ആംബ്രോളിയാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം എന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്രാം വെച്ചിട്ടൊക്കെ കൊടുക്കുക. പിന്നെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ വൈറ്റമിൻ ബി കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള സിറപ്പുകളും അതേപോലെ തന്നെ ഇലവർഗ്ഗങ്ങളും ഒന്നും കൊടുക്കാതിരിക്കുക. കാരണം വൈറ്റമിൻ ബി കണ്ടൻറ്റുകൾ ഈ പറയപ്പെടുന്ന പ്രോട്ടോസോവയെ കൂടുതൽ പെരുകാനും വളർച്ചക്കൊക്കെ സഹായിക്കും. അപ്പോൾ അതും എന്താ പറയുക, നമ്മളെ ഈ മരുന്ന് കൊടുക്കുന്നതിന് റിസൾട്ട് ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എപ്പോഴും കൂടും കാര്യങ്ങളും ഒരു കാരണവശാലും വൃത്തിഹീനമായൊരു സാഹചര്യത്തിൽ നമ്മൾ കൊണ്ട് നടക്കാതിരിക്കുക. വെള്ളപ്പാത്രമാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ തീറ്റപ്പാത്രമാണെന്നുണ്ടെങ്കിലും ഒക്കെ എപ്പോഴും നല്ല രീതിയിൽ ക്ലിയർ ചെയ്ത് കൊണ്ട് നടക്കുക. ഡ്രൈ ആക്കി ഉണക്കി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയും കാര്യങ്ങളും കൊടുക്കുക. അതേപോലെ തന്നെ ലിറ്റർ മെറ്റീരിയൽ ഒരു കാരണവശാലും നനയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തീർക്കാതിരിക്കുക. അപ്പോൾ വെള്ളം തട്ടി മറിഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊരു നിസ്സാരമായിട്ട് കാണാതെ അതിനെന്താക്കുക, വലിയൊരു സംഭവമായിട്ട് തന്നെ ആ കാര്യത്തെ കാണുക. അതിനുശേഷം അത് ക്ലിയർ ചെയ്യാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ കഴിയുള്ളൂ, പരിപൂർണമായിട്ട് കാര്യങ്ങൾ കൊണ്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ എനിക്കിത് ഇങ്ങനൊരു ചെറിയൊരു അബദ്ധം കൊണ്ട് കിട്ടിയത് എന്താ വെച്ചാൽ 4-5 കോഴിക്കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് കിട്ടി. കോൺഫിഡൻസ് ലെവൽ കുറച്ച് കൂടിയതാണ് പറ്റിയത്. അപ്പോൾ ഏതായാലും ആയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓക്കെ, ബൈ.